ബാലതരംഗത്തിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര പ്രസാദ് എക്സ് വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ സദസ്സിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ, സുദീർഘമായൊരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ വിശാലതയിലേക്ക് കടന്നുപോകുന്നു. പൂവച്ചൽ ഖാദർ സാറ്, എൻ്റെ നാട് പൂവച്ചൽ എന്നെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച, എൻ്റെ നാടെന്ന കൊച്ചു ഗ്രാമത്തെ മലയാളി ഉള്ള എല്ലായിടങ്ങളിലും എത്തിച്ച അനുഗ്രഹീത കവിയും കലാകാരൻ. ആ പ്രിയപ്പെട്ട ഖാദർ സാറ് വിട പറഞ്ഞിട്ട് 5 വർഷം ഇന്ന് പൂർത്തിയാവുകയാണ്. കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ജീവിതങ്ങളെ കവർന്നെടുത്തതിൻ്റെ കൂട്ടത്തിലാണ് കോവിഡ് മഹാമാരി പൂവച്ചൽ ഖാദർ സാറിനെയും കൊണ്ടുപോയത്. പ്രിയപ്പെട്ട ഖാദർ സാറ് മരണമടയുമ്പോൾ എണ്ണിപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള കവിതകളും ഗാനങ്ങളും ലളിതഗാനങ്ങളും മാപ്പിളപ്പാട്ടും ചലച്ചിത്ര ഗാനങ്ങളും എഴുതിയിരുന്നെങ്കിലും ആ പ്രിയപ്പെട്ട പൂവച്ചൽ ഖാദർ സാറ് മരണപ്പെടുമ്പോൾ ഔദ്യോഗിക ബഹുമതികളോടുകൂടി അദ്ദേഹത്തെ അടക്കുന്നതിന് ആവശ്യമായ സർക്കാർ പ്രോട്ടോകോളിനനുസരിച്ചുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കാതെ മൺമറഞ്ഞു പോയ ഒരു അനുഗ്രഹീത കലാകാരനാണ്. അന്നത്തെ MLA സർക്കാരിൻ്റെയും പ്രത്യേക ഇടപെടലുകൊണ്ടാണ് പ്രിയപ്പെട്ട ഖാദർ സാറിന് പ്രത്യേക പരിഗണന നൽകി ശവസംസ്കാരം മരണാനന്തര ചടങ്ങുകൾ നടത്തുവാനായി. അത് കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്ത് ഖാദർ സാറിനെ സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാം കൂടി തലസ്ഥാന നഗരിയിൽ അനുസ്മരണ സമ്മേളനം നടത്തുന്ന വേദിയിൽ ഓടിത്തിരിഞ്ഞ ആശയമായിരുന്നു സാറിന്റെ ഹൃദയം തൊട്ട കൂടി അവിസ്മരണീയമാകും ഒരുപാട് കാര്യങ്ങൾ പറയുവാനും 5ാമത് പൂവച്ചൽ ഖാദർ പുരസ്കാര സമർപ്പണമാണ്. നന്നായി മലയാള സിനിമാ തറവാട്ടിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത KP കുമാരൻ സാറിനാണ് ഈ വർഷം നമ്മൾ സമഗ്ര സംഭാവനയ്ക്ക് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകുന്നത്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ഒരു ദീപമായി തെളിഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് വണക്കൂർ സാറിനാണ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഈ വേദിയിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ഏറെ പ്രിയപ്പെട്ട കൂടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് സാറിനാണ് ഗാന രചന രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാര സമർപ്പണം നടത്തുന്നത്. റാപ്പ് സംഗീതത്തെ ജനപ്രിയമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട വേടനാണ് നമ്മൾ ഒരു പുരസ്കാരം നൽകുന്നത്. ഏറെ പ്രിയങ്കരിയായ ഭാരത് അവാർഡ് ലഭിച്ച നടി അപർണ മുരളീകൃഷ്ണനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നൽകുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ അശോകനാണ് മികച്ച നടനുള്ള പുരസ്കാര സമർപ്പണം നടത്തുന്നത്. അങ്ങനെ എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഈ വേദിയിൽ ടെലിവിഷൻ ചലച്ചിത്ര സമ്മേളനം ഒരല്പം വൈകിയത് കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര പ്രസാദ് എക്സ് അവர்களാണ്. തലസ്ഥാന നഗരിക്ക് സാംസ്കാരിക കേരളത്തിൻ്റെ മുന്നിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നിന്ന് തലസ്ഥാന നഗരിയിലെത്തി നമ്മുടെ പൂവച്ചൽ ഖാദർ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇന്ന് പോയി പുരസ്കാരം മികച്ച സിനിമാ രംഗം മലയാള സാംസ്കാരിക തറവാട്ടിലെ ഗുരുതുല്യൻ, എല്ലാവർക്കും ഗുരുതുല്യനായ, ഞങ്ങളൊക്കെ ഏത് പരിപാടി നടത്തിയാലും എപ്പോഴും സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശിഷ്യനും ഗുരുവും ഇന്ന് പോകുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നു എന്ന ഒരു ശീർഷനാണെന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത തരത്തിൽ ആയിരക്കണക്കിന് ഗാനങ്ങളും കവിതകളും സമ്മാനിച്ച അനുഗ്രഹീതനായ, എത്രയും സ്നേഹം നിറഞ്ഞ വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, വേദിയിൽ സദസ്സിലുമുള്ള അതിഥികളുടെ പേര് പറയാൻ നിന്നാൽ അതിന് തന്നെ സമയം ഒരുപാട്. അതുകൊണ്ട് ഓണക്കൂർ സാറിൻ്റെ പേര് മാത്രം പറയുന്നു.
അത് ഗുരു നിന്ന് വരാതിരിക്കാൻ ഓരോരുത്തരും പേര് മാത്രം പറയാം. വളരെ ഗംഭീരമായ ഈ സായാഹ്നത്തിൽ പൂവച്ചൽ ഖാദർ എന്ന മലയാളികളുടെ അഭിമാനത്തെ ഓർക്കാൻ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 5 കൊല്ലം കഴിയുന്ന ഈ അവസരത്തിൽ ഈ പുരസ്കാര വിതരണത്തിൽ കൂടി പുതിയ തലമുറയ്ക്ക് പൂവച്ചൽ ഖാദറിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കൂടി കഴിയുന്ന ഒരു സായാഹ്നമായി ഇത് മാറുകയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം കിട്ടി 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ, സ്വാതന്ത്ര്യം കിട്ടി 1 കൊല്ലം കഴിഞ്ഞുള്ള ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം മറക്കാൻ കഴിയാത്ത ഒരു ദിവസം ക്രിസ്മസ് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. സ്വാതന്ത്ര്യം കിട്ടിയുള്ള പിറ്റേ ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പൂവച്ചൽ ഖാദർ ശ്രുതിയിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരവും കേരളത്തിൻ്റെ തനിമ നിലനിൽക്കുന്ന ഒരു കലാകാരൻ, ഒരു സാഹിത്യകാരൻ. അദ്ദേഹത്തെ പോലെ പല വ്യക്തികൾക്കും പല കലാകാരന്മാർക്കും നാട് അർഹിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടില്ല. ഞാൻ ചെയർമാനായിട്ടുള്ള ദേശീയ ഭാരതരംഗം എന്ന കുട്ടികളുടെ സംഘടന, ഇവിടെ വേദിയിലിരിക്കുന്ന ബഹുമാനീയനായ ഓണക്കൂർ സാറടക്കം വളരെ സജീവമായി 4 നൂറ്റാണ്ടായി പങ്കെടുക്കുന്ന ആളുകളാണ്. ഞങ്ങളോടൊപ്പം പ്രചോദനമായി ഉണ്ടായിരുന്ന ബിച്ചു തിരുമല, ദേശീയ ഭാരതരംഗം എന്ന കുട്ടികളുടെ സംഘടന, അതിൽ കൂടിയാണ് ശ്രീ പൂവച്ചൽ സുധീർ ഈ രംഗത്ത് വളരെ സജീവമായി ചുവട് വയ്ക്കുന്നത്. ആ ബിച്ചു തിരുമലയ്ക്ക് വാസ്തവത്തിൽ ഇന്നും മലയാള സിനിമയിലെ ഗാനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അറിയാതെ ചുണ്ടിൽ കൂടി കടന്നു പോകുന്ന, മറക്കാൻ കഴിയാത്ത ഒരുപാട് ഗാനങ്ങൾ നൽകിയ ബിച്ചു തിരുമല. ആ ബിച്ചു തിരുമലയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട പൂവച്ചൽ ഖാദറിനെ പോലെ അർഹതപ്പെട്ട അംഗീകാരം കിട്ടാതെ പോയ വലിയ കലാകാരന്മാരിൽ ഒരാൾ കൂടിയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് കാലമൊക്കെ മാറിയപ്പോൾ എല്ലാം ലോബിയിങ്ങിൻ്റെ ഭാഗമായി മാറി. എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വലിയ സാഹിത്യകാരൻ, ഓണക്കൂർ സാറ് വളരെ ആവേശത്തോടെ സംസാരിക്കുന്ന ഒരു വലിയ വ്യക്തി, കിളിമാനൂർ രമാകാന്തൻ സാർ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത കിളിമാനൂർ രമാകാന്തൻ എന്ന സാഹിത്യകാരൻ വിശ്വസാഹിത്യ കൃതികളെ പരിഭാഷപ്പെടുത്തി മലയാളികൾക്ക് ഒരുപാട് വിശ്വസാഹിത്യങ്ങളെ പരിചയപ്പെടുത്തിയ വളരെ ശാന്തനായ ഒരു സാഹിത്യകാരൻ. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു, ആ രമാകാന്തൻ സാറിനെ കുറിച്ച് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തിയ യോഗങ്ങളിലൊക്കെ മിക്കതിലും ഓണക്കൂർ സാർ പങ്കെടുത്തിട്ടുള്ളതാണ്. ഓണക്കൂർ സാർ പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഗുരുവിനെ കുറിച്ച് പോലും കൂടുതൽ ആഴത്തിൽ ഞങ്ങൾ അറിയുന്നത്. കിളിമാനൂർ രമാകാന്തൻ സാറിനെ പോലെ, ബിച്ചു തിരുമലയെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ സ്മരിക്കുന്ന പൂവച്ചൽ ഖാദറിനെ പോലെ ലോബിയിങ്ങിനൊന്നും പോകാതെ ശാന്തമായി സമാധാനപരമായി തങ്ങളുടെ കർമ്മം ചെയ്ത് ഈ മേഖലയിൽ നിറഞ്ഞു നിന്ന് നമുക്കടക്കം മറക്കാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെയൊക്കെ പലപ്പോഴും സ്മരിക്കാൻ ഒരു സംഘടനകളും മെനക്കെടാത്തത് കൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് പോലും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അന്യമായി പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ
ഇതുപോലുള്ള കലാകാരന്മാർ ആണ് നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. കലാകാരന്മാർക്ക് സംഘടന ഉണ്ടാകുമ്പോൾ ആദ്യകാലത്തെ കലാകാരന്മാർക്കും സിനിമാ രംഗത്തുമൊക്കെ സംഘടനകൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകളാണ് നടന്നത്. ഇന്ന് കലാകാരന്മാരുടെ സാഹിത്യകാരന്മാർ കലാകാരന്മാർ ഒത്തുകൂടുന്ന ഈ കൂട്ടായ്മ ഈ വൈലോപ്പള്ളി സംസ്കൃത ഭവന്റെ ഈ കൂത്തമ്പലത്തിനകത്തും പുറത്തുമായി നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്നലത്തെ സായാഹ്നവും ഇന്നത്തെ സായാഹ്നവും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ സംഘടന അമ്മയെക്കുറിച്ചാണ്. അമ്മയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് മലയാളികൾ ഒക്കെ സംസാരിക്കുന്നത്. അമ്മ എന്ന സംഘടന തുടങ്ങുമ്പോൾ സിനിമാ പ്രേമികളായ ആളുകളുടെ മനസ്സിൽ ഒക്കെ ഉണ്ടായ ഒരാവേശം, ആ ആവേശം സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഭീകരമായ വേർതിരിവുകളാണ് അതിനകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അമ്മയെ പ്രസ്ഥാനത്തിലെ അമ്മയുടെ ഭരണസമിതി മൊത്തം ഒന്നടങ്കം രാജിവെച്ചു എന്ന വാർത്ത വരുമ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും നമ്മളൊക്കെ ആരാധനയോടെ കാണുന്ന നടീനടന്മാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ 5000 രൂപ കൊണ്ട് അമ്മ കൊടുക്കുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന പാവപ്പെട്ട അവശ്യ കലാകാരന്മാർ, ആ സംഘടനയും രൂപം കൊള്ളുമ്പോൾ അവശ്യ കലാകാരന്മാർക്ക് വേണ്ടിയാണ് സർക്കാർ കൊടുക്കുന്ന പെൻഷൻ കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അമ്മ കൊടുക്കുന്ന പെൻഷൻ. പക്ഷെ ആ സംഘടനയും ലോബിയിങ്ങിന്റെ ഭാഗമായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് വർഗചേരിതിരിവുകളായി, സ്ത്രീ പുരുഷ വേർതിരിവുകളായി, അത് കഴിഞ്ഞ് സ്ത്രീയും പുരുഷനും ഒരുമിക്കുന്ന കൂട്ടങ്ങളായി. ആ കൂട്ടങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ പോലും അറിയാതെ, നമ്മൾ ഇന്നലെ വിസ്ഫോടനം നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, പൊട്ടിത്തെറി നടക്കുമ്പോഴാണ് അറിയുന്നത്. അതിനകത്ത് എന്തെല്ലാമോ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളതിനേക്കാൾ ഭീകരമായി എന്തെല്ലാമോ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന പേടിപ്പെടുത്തുന്നു. സിനിമയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ അറിവ് വെച്ച് തുടങ്ങുന്ന കാലം, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴും ഒക്കെ സിനിമ കണ്ട് ശീലിച്ചയാളാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ വളർന്നു വന്ന സിനിമാ പ്രേമികൾ, ഇന്നും സിനിമയെ ആരാധനയോടെ കാണുന്ന, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കൈമാറി തരുന്നു, പല ആശയങ്ങൾക്കും ബലം നൽകുന്ന, ശക്തി നൽകുന്ന, ആവേശം നൽകുന്ന ഈ കലാമേഖല പരസ്പരമുള്ള വേർതിരിവ് കൊണ്ട് മാറുന്നു എന്ന് കാണുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടാകുന്ന കാര്യമാണ്. നമ്മളാരും അതിനകത്തൊന്നും രാഷ്ട്രീയ പാർട്ടികളൊന്നും അമ്മയിൽ നടക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചേരിതിരിവുകളിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ സിനിമാ രംഗത്തെ, മലയാള സിനിമാ രംഗം ലോക സിനിമയിൽ അഭിമാനകരമായി ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭാഷയാണ് മലയാള സിനിമ. ആ മലയാള സിനിമ തകർന്നു പോകാതിരിക്കാൻ ഒരു വലിയ കൂട്ടായ്മ, ഐക്യബോധം അതിനകത്ത് നമുക്കുണ്ടാകണം. ഇവിടെ ഇന്ന് സമ്മാനം വാങ്ങിക്കുന്ന കലാകാരന്മാർ പലരും നാളെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആളുകളായി മാറേണ്ടവരാണ്. ഇപ്പോൾ സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ നാളെ പ്രായാധിക്യം വരുമ്പോൾ മെയിൻ വേഷത്തിൽ നിന്നും സഹറോളിലേക്ക് പോകേണ്ടവരാണ്. ഒരുപാട് പേര് നമ്മൾ കണ്ടതാണ്. ഞാൻ എൻ്റെ മനസ്സിലെ പല ആരാധന മധുസാറിനെയും പ്രേംനസീറിനെയും എല്ലാം ആരാധനയോടെ കൊണ്ടു നടന്നയാളാണ്. അവരുമായിട്ടൊക്കെ ഇപ്പോഴും പ്രേംനസീർ നമ്മൾ വിട്ടുപിരിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായുള്ള ആത്മബന്ധം, മധുസാറുമായിട്ടൊക്കെ ഇപ്പോഴുമുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ, അതൊരു സിനിമാ ബന്ധത്തിനും അപ്പുറം വ്യക്തിബന്ധങ്ങളായി മാറുന്നത് ആ ഒരു വലിയ മേഖലയാണ്. അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ സിനിമാ രംഗത്ത്, കലാരംഗത്ത് നിൽക്കുന്നവരെ ആദരിക്കുമ്പോൾ ഈ രംഗത്ത് സംഘടനാപരമായി നിൽക്കുന്ന, സംഘടിച്ചു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും തമ്മിലടിച്ചു പിരിഞ്ഞു പോകാതെ, പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിൽ ഭിന്നത ഉണ്ടാകുന്നത് പോലെ ആ സ്പിരിറ്റിൽ ഇതിനകത്ത് ഭിന്നത ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടു പോകാതെ
കാത്തു സൂക്ഷിക്കുന്നതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇഷ്ടം എന്ന് മാത്രം. ആരെയും ഉപദേശിക്കാനുള്ള അർഹത ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടം മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ മാത്രമേ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന കലാരംഗത്ത് നിൽക്കുന്ന വിവിധ മേഖലയിൽപ്പെട്ട 100-100ഓളം ആളുകൾക്ക് ഇന്ന് ആദരവ് നൽകുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ഈ കലാജീവിതത്തിൽ ശക്തമായി മുന്നോട്ട് പോകുവാൻ പടച്ച തമ്പുരാൻ ജഗദീശൻ അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സായാഹ്നം ഒരുക്കാൻ തയ്യാറായി വന്ന പൂവച്ചൽ സുധീർ അടക്കമുള്ള എണ്ണമറ്റ സംഘാടകർ, അവരെല്ലാം ഞാനുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ടവരാണ്. 25 കൊല്ലത്തിന് മുമ്പ് ഞാൻ തുടങ്ങി വെച്ച കുട്ടികളുടെ ഒരു സംഘടന, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുത്തൻ ചിന്തകൾ, ഒരുപക്ഷെ എനിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത, എനിക്ക് ചെന്നെത്താൻ പല കാരണങ്ങൾ കൊണ്ട് കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് പൂവച്ചൽ സുധീറിനും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമിനും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടായി. സമയം മുഴുവൻ ഒഴിഞ്ഞു വെച്ചാൽ മാത്രമേ, ഇന്നത്തെ പ്രോഗ്രാമിൽ ഇന്ന് മാത്രം തീരുമാനിച്ചാൽ പോരാ, മാസങ്ങൾക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകും. അതിന് സമയം കണ്ടെത്തി ഈ സായാഹ്നം ഒരുക്കുവാൻ തയ്യാറായ പ്രിയപ്പെട്ട പൂവച്ചൽ ഖാദറിനെ ഓർമ്മിക്കാനുള്ള ഈ സന്ധി നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു, സന്തോഷം അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. 1948 ജനിച്ച് 300-ൽ പരം സിനിമകളിലൂടെ ഏതാണ്ട് 1200-ൽ പരം സിനിമാ ഗാനങ്ങൾ രചിച്ച് മലയാളികളുടെ മനസ്സിൽ നിത്യമായി ഇടം കണ്ടെത്തിയ ഒരു അനുകൃത കലാകാരനായ ശ്രീ പൂവച്ചൽ ഖാദർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ഈ ഒരു സമിതി കൾച്ചറൽ ഫോറം ഇന്നിവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനനായ കേരളത്തിൻ്റെ സമുന്നതനായ രാഷ്ട്രീയ നേതാവ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ശ്രീ ജോർജ് ഓണക്കൂർ ഉൾപ്പെടെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗേഴ്സ് ശ്രീ വേണുഗോപാൽ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ അനുഗ്രഹീത കലാകാരന്മാരെ, ഇന്നിവിടെ ഈ അവാർഡുകൾ ഏറ്റെടുക്കാൻ എത്തിയിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരന്മാർ, അധ്യക്ഷൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മുടെ സിനിമാ ലോകത്ത് ഏറ്റവും അധികം തഴയപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിരിക്കാം ഈ ഗാനരചയിതാക്കൾ. ഒരു സിനിമ ഹിറ്റാവുന്നു, ആ സിനിമയിലെ ഗാനങ്ങൾ ഹിറ്റാവുന്നു, അതിലെ ഗായകൻ ഫേമസ് ആകുന്നു, പ്രസിദ്ധനാകുന്നു, ഒരു പരിധിവരെ സംഗീത സംവിധായകൻ. പക്ഷെ ആരാണ് ആ ഗാനം രചിച്ചതെന്ന് പലരും അറിയുന്നില്ല. ഇവിടെ വേടൻ ഇവിടെയുണ്ട്, നമ്മുടെ കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളുകളൊന്നും പറയില്ലടാ എന്ന് പാടി നടക്കുന്ന നമ്മുടെ ജെൻസി പിള്ളേരോട്, അല്ലെങ്കിൽ നമ്മുടെ ജെൻ ആൽഫ പിള്ളേരോട് പൂവച്ചൽ ഖാദർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഇടയ്ക്ക് നമ്മുടെ ലോക എന്ന സിനിമയിലെ കിളിയേ കിളിയേ ആ ഗാനം രചിച്ചത് ശ്രീ പൂവച്ചൽ ഖാദറാണ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആ ഗാനം രചിച്ചത് ശ്രീ പൂവച്ചൽ ഖാദറാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ. അപ്പം ഇപ്പം നമ്മൾ ഒരു ഗാനം നമ്മളെ കേൾക്കുമ്പോഴും അതിൻ്റെ രചയിതാവ് ആരാണെന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. അതുപോലെ തൈക്കുടൻ ബ്രിഡ്ജ് ഈയിടയ്ക്ക് അവരോടൊരു മെഡ്ലി ഉണ്ടാക്കി, നൊസ്റ്റാൾജിയ. മന്ദാരച്ചുണ്ടോ മാണിക്കല്ലുണ്ടോ ആ ഗാനം ജയിച്ചതും പൂവച്ചൽ ഖാദറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും മലയാളികളുടെ മനസ്സിൽ നമ്മുടെ ജെൻസി പിള്ളേരുടെ, ഒരു പൂക്കി മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ജെൻസി പിള്ളേരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഗാനങ്ങൾ ഈ തലമുറയിലും അതിൻ്റെ പുതിയ വേർഷനാണെങ്കിലും അത് രചിച്ച ഒരു ഗാനരചയിതാവാണ് ശ്രീ പൂവച്ചൽ ഖാദർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം അനുരാഗിണി ഇതാദിൻ ആ പാട്ട് പാടിയത്, ആ പാട്ട് രചിച്ചത് അദ്ദേഹമാണ്. ഇങ്ങനെ ധാരാളം നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ധാരാളം ഗാനങ്ങൾ രചിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പോസ്റ്റ്മസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒരു ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ്
ഏർപ്പെടുത്തിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഈ സമയം വൈകിയ വേളയിൽ നീണ്ട പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ അവാർഡ്, നമുക്കറിയാം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, സിനിമ വ്യവസായം എന്ന് പറയുന്നത് മലയാളികളിലും ലോകമെമ്പാടും ഏറ്റവും അധികം പെനട്രേഷനുള്ള ഒരു മേഖലയാണ്. ഇത് സമൂഹത്തിലെ വർഗ, രാഷ്ട്രീയ, ജാതി, മത ഭേദമില്ലാതെ എല്ലാ ജനങ്ങളിലും, അത് പ്രായ വ്യത്യാസമില്ലാതെ, കുഞ്ഞു കൊച്ചിനെ തൊട്ട് ഏറ്റവും പ്രായമുള്ള വയസ്സായ ആളുകളെ വരെ അവരുടെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു ചെല്ലുന്ന പെനിട്രേഷനുള്ള ഈ ഒരു മീഡിയയെ ഈ ലോകത്ത്, ആ ഒരു ലോകത്തു നിന്നും അവാർഡുകൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള 4, 5, 6 ഒക്കെ ഗായകരെ ഉണ്ടായിരുന്നുള്ളൂ, അഭിനേതാക്കളും വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഒരു വലിയ പ്രളയമാണ്. അപ്പം അവരുടെ ഇടയിൽ നിന്നും വിജയശ്രീലാളിതരായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിത കലാകാരന്മാരാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഏവർക്കും ഒരു ശുഭ സായാഹ്നം നേരുന്നു. ഇവിടെ കൂടിച്ചേർന്ന എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവിധ അഭിവാദികളും നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്. ഏറ്റവും മനോഹരമായ ഈ സന്ധ്യയിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി സംശയപൂർവ്വം ആദരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, പ്രിയ സംഘാടകൻ ശ്രീ പൂവച്ചൽ സുധീർ, ബഹുമാനായ ശ്രീ AP കുമാരൻ, പ്രിയപ്പെട്ട വേണുഗോപാൽ, എനിക്കേറെ വാത്സല്യവും അഭിമാനവും ഉള്ള ഒരു മാന്യ വ്യക്തിത്വം ഈ വേദിയിലുണ്ട്. തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ, കൂട്ടുകാരൻ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ശ്രീ PJ ജോസഫിൻ്റെ മകൻ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പ്, പ്രിയപ്പെട്ട അബു ജോസഫ്, വേദിയിലുള്ള രമ്യ ഹരിദാസ് അടക്കമുള്ള, റഫീഖ് അടക്കമുള്ള സുഹൃത്തുക്കളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, ഞാനൊരു പ്രസംഗത്തിലേക്ക് തീർച്ചയായും പോകുന്നില്ല. ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ചില കലാകാരന്മാർ പ്രത്യേകിച്ചും പിന്നിൽ നിന്ന് മുന്നോട്ട് തള്ളി ഉയർത്താൻ ആളുകളില്ല എങ്കിൽ ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവം ആണ്. ഒത്തിരി ആളുണ്ട്, ഞാൻ ആ പേരുകളിലേക്ക് പോകുന്നില്ല, അവരുടെ പേരുകൾ ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ സർക്കാരുകൾ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തി, ഒരു ബഡ്ജറ്റ് കട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആദ്യം കഴുത്ത് അറുക്കുന്നത് കലയെയാണ്, സംസ്കാരത്തെയാണ് എന്ന് നമുക്കറിയാം. ബഡ്ജറ്റിൽ എത്ര വലിയ പ്രൊവിഷൻസ് കൊടുത്താലും യഥാർത്ഥത്തിലെത്തുമ്പോൾ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫണ്ട്സ് അലോട്ട് ചെയ്യുന്നതിൽ നമ്മുടെ സർക്കാരുകൾ വൻ പരാജയമായിരുന്നു ഇക്കാലം അത്രയും എന്ന് ഞാൻ ഓർക്കുന്നു. ഞാനൊരു 2-3 സംഘടനയുടെ പ്രസിഡൻ്റാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നല്ല ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുക്കും കലാ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക്. പക്ഷേ മാർച്ച് എടുക്കുമ്പോൾ ഫണ്ട്സ് ഇല്ല എന്നുള്ള കാര്യത്തിൽ മുടങ്ങുന്നത് മുഴുവൻ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളായിരുന്നു അടുത്ത കാലത്ത് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യമാണ് അത്. അങ്ങനെ ഒരു അവസ്ഥ, ഒരു ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ട ശ്രീ വിശ്വനാഥ് എത്തും എന്നാണ് പ്രോഗ്രാമിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ബഹുമാന്യനായ ശ്രീ VD സതീശനോടും നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റവും ബഹുമാന്യനായ PC വിശ്വനാഥിനോടും അവർ ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതുപോലെ ഒത്തിരി കലാകാരന്മാർ ഇവിടെ കൂടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോഴും
നമ്മുടെ ചലച്ചിത്ര രംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർക്കുള്ള വലിയ സംഭാവനകൾ നൽകിയ കലാകാരന്മാർക്കുള്ള പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന് വലിയ സംഭാവനകൾ നൽകിയ ആളുകൾ, അവരെ അവഗണിക്കുക എന്ന് പറയുന്നത് കാലത്തോട് ചെയ്യുന്ന, സംസ്കാരത്തോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് എന്ന് പറയാൻ ഉള്ളൊരു അവകാശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വിശദമായി പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കലയും സാഹിത്യവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് AI ഉൽപ്പാദിപ്പിക്കുന്ന കൃത്രിമമായ സാംസ്കാരിക വസ്തുക്കൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കലയുടെ, കലാകാരൻ്റെ വികാര ഭംഗികൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും എന്ന് ഞാൻ പറയാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൂവച്ചൽ ഖാദറിനെ പോലുള്ള ആളുകൾ ഏറ്റവും ബഹുമാന്യനായ, എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്ന മാന്യ വ്യക്തിയാണ്. വളരെ 1000-ഓളം പാട്ടുകൾ എഴുതിയ, 400-ലധികം ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ ഒരു കലാകാരൻ, ഒരു ഗ്രാമീണൻ എല്ലാ അർത്ഥത്തിലും. പൂവച്ചൽ ഖാദർ ശരിക്കും ഒരു ഗ്രാമീണനായ, ശുദ്ധനായ, കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മഹത് വ്യക്തിത്വം ആയിരുന്നു. അദ്ദേഹത്തിന് പുരസ്കാരങ്ങളൊന്നും കാര്യമായി കിട്ടിയില്ല എന്നുള്ള ദുഃഖം ഇവിടെ പങ്കുവെച്ചു. ഞാനത് വീണ്ടും ദുഃഖത്തോടു കൂടി ഓർക്കുകയാണ്. സാഹിത്യരംഗത്തും ഇതുപോലെയുള്ള ആളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അറിഞ്ഞ് ആദരിക്കാൻ, കലാകാരനെ ആദരിക്കാൻ, സാമൂഹിക പ്രവർത്തകനെ ആദരിക്കാൻ എനിക്ക് തോന്നുന്നു ഈ പൂവച്ചൽ സുധീറിനെ പോലുള്ള ആളുകൾ, ഇതുപോലുള്ള കലാപ്രസ്ഥാനങ്ങൾ, നിങ്ങളെപ്പോലുള്ള സഹൃദയർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ, അതാണ് അവരുടെ സമ്പത്ത്, അതാണ് അവരുടെ ചൈതന്യം, അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അല്ലെങ്കിൽ പിൽക്കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികളെ ആദരിക്കുക വഴി ഇപ്പോൾ നമ്മോടൊപ്പമുള്ള വ്യക്തിത്വങ്ങൾക്ക് ഒരു ഊർജം പകർന്നു കൊടുക്കുന്നത് ഇതുപോലുള്ള അനുഭവങ്ങളാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. എന്നോട് കാണിച്ച ഔദാര്യത്തിന് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഒരു സമഗ്ര സംഭാവന പുരസ്കാരം എനിക്ക് തരുന്നു. അത് മറ്റാർക്ക് കൊടുത്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ വർഷവും ഞാൻ ഈ പുരസ്കാരദാനത്തിൻ്റെ അതിഥിയായിട്ട് ഇവിടെ വന്നതാണ്. എല്ലാ വർഷവും അതിഥിയായിട്ട് വന്ന അവാർഡുകൾ സമ്മാനിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന എൻ്റെ കയ്യിലേക്ക് ഇതെന്തിനാണ് ഇപ്പോൾ വെച്ച് തന്നത് എന്ന് എനിക്കറിയില്ല. എങ്കിലും 2 കൈയും നീട്ടി ഞാനത് വാങ്ങിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി ഞാനത് സ്വീകരിക്കുന്നു. നിങ്ങളെല്ലാവരെയും നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിയ എൻ്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. അതിലൊരു കാരണം ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും പൂവച്ചൽ ഖാദർ അവാർഡ് വാങ്ങിക്കാനുള്ള അവസരം എനിക്കുണ്ടാകാൻ വേണ്ടിയാണ്. ഞാൻ പൂവച്ചൽ ഖാദറിൻ്റെ കവിയെയും ഗാനരചയിലവരെയും നല്ലപോലെ എളുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. 50 വർഷത്തെ ദൈർഘ്യം, ഇതിൽ അവസാനത്തെ 20 വർഷം ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് സംശയം. ഒരു തവണ മാത്രം 1917 തലശ്ശേരി വെച്ച് നടന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഫംഗ്ഷൻ്റെ കൂട്ടത്തിൽ അവാർഡൊന്നും വരെ ലഭിക്കാത്ത കുറച്ച് പേരെ കൂടെ ആദരിക്കാൻ തീരുമാനിച്ചു സർക്കാർ. തിരുവനന്തപുരത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ലിസ്റ്റ് ഉണ്ടാക്കി. പൂവച്ചൽ ഖാദർ ഉണ്ടായിരുന്നു, രാഘവനുണ്ടായിരുന്നു. എല്ലാവരെയും കുടുംബസമേതം ക്ഷണിച്ചു. വിമാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇന്ത്യയൊക്കെ ഏർപ്പാട് ചെയ്തു. സമ്മാനം തന്നു. സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് വന്ന് തിരിച്ചു വന്നു.
അപ്പം ഞങ്ങളുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പൂർവ്വ സുഹൃത്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു പൂച്ചൽക്കാരൻ. പൂച്ചൽക്കാരനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അന്ന് എൻ്റെ കുടുംബസമേതമായിരുന്നു ക്ഷണം. എൻ്റെ ഭാര്യയും ഞങ്ങളെല്ലാം കൂടി കുറേ ദിവസം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. രണ്ട് ദിവസത്തോളം യാത്രയും തലശ്ശേരി താമസവും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് പൂച്ചക്കാരനെ പരിചയപ്പെടുന്ന ഞാൻ പറഞ്ഞ 50 വർഷത്തിൻ്റെയും പഴക്കം ഉണ്ടാവും. സിനിമയിൽ കാല് വെച്ച് തുടങ്ങിയ കാലത്ത് എനിക്ക് തോന്നുന്നു 1975 ആരാണ് പരിചയപ്പെടുത്തിയതെന്നോ എങ്ങനെ പരിചയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ ഓർമ്മ നിൽക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരത്ത് 2 ഉദ്യോഗസ്ഥന്മാരായിരുന്നു. രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഞാൻ യാത്രയെ പരിചയപ്പെട്ടതിന് ശേഷം ഖാദറും പൂച്ചനും ഞാനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. വഴിയിൽ വെച്ചോ എവിടെ വെച്ചായിരുന്നാലും സംസാരിക്കുമായിരുന്നു. സിനിമാപരമായ എൻ്റെ സാഹസികതകൾ അല്പം വിഷമമുണ്ടായിരുന്നു പൂച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഓരോ സിനിമയും ഉണ്ടാക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വളരെ അനുഭാവപൂർവ്വം ചോദിച്ചറിയുമായിരുന്നു പൂച്ചക്കാരൻ. ഇത് കുറച്ച് കഴിഞ്ഞ് പൂച്ച കുടുംബസമേതം മൈരാശിക്ക് യാത്രയായി. ആ സമയത്ത് കുറച്ച് ഏതാണ്ട് സമാന്തരമായി ഞങ്ങളുടെ കുടുംബവും മൈരാശിക്ക് പറിച്ചു നടപ്പെട്ടു. ആ സമയത്ത് ചില റെക്കോർഡിംഗ് തിയേറ്ററുകളിൽ പ്രിവ്യൂ തിയേറ്റർ വെച്ച് പൂച്ചലിനെ കാണും, സംസാരിക്കും. എപ്പോഴും എന്നെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ അദ്ദേഹത്തെ ഭരിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് കാലം മാറി സിനിമയിൽ നിന്ന് അകൽച്ച കൂടുതൽ കാലം ടെലിവിഷനിലും ഡോക്യുമെൻ്ററികളിലും ഞാൻ ഏതാണ്ട് 10-12 വർഷം ഞങ്ങൾ കണ്ടില്ല. അതിനുശേഷമാണ് ഈ തലശ്ശേരി യാത്ര. അപ്പോൾ പൂച്ചൻ ഒരു ആർക്കും എതിർത്ത് തോന്നാത്ത എല്ലാവരുമായിട്ട് സ്നേഹമുള്ള ഒരു അസാമാന്യ വ്യക്തിയായിരുന്നു. എനിക്ക് വാക്കുകളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രായാധിക്യമാണ്, ശ്രമിക്കണം. അപ്പോൾ ഞാൻ പൂച്ചലിനെ അവാർഡിൻ്റെ ആൾക്കാർ വന്നപ്പോൾ, എൻ്റെ സംഘാടകർ വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ആരോഗ്യമില്ല, പ്രായാധിക്യവും ആരോഗ്യവും പ്രശ്നമാണ്. എങ്കിൽ പോലും പൂച്ചലിന് ഖാദറിൻ്റെ പേരിൽ അവാർഡ് വരുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സാമാന്യമായ താല്പര്യവും സന്തോഷവും തോന്നി. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അവാർഡ് വാങ്ങിക്കുന്നതിന് ഏറ്റവും നല്ല അവസരമായി ഉണ്ടാകുന്നു. ഈ ഒരു സഭയിൽ എൻ്റെ ഓർമ്മ ഖാദർക്കയിലേക്ക് പോവുകയാണ്. 1985 എൻ്റെ ആദ്യത്തെ സോളോ ഗാനം ചെന്നൈയിൽ റെക്കോർഡ് ചെയ്യാനായി ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്. അന്ന് ആ യാത്രയിൽ എന്നോടൊപ്പം 2 പേരുണ്ടായിരുന്നു. ഒന്ന് പൂച്ചൽ ഖാദർക്ക, മറ്റൊന്ന് ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ KC വേണുഗോപാൽ. ഖാദർക്കയോടൊപ്പം ഞാൻ അതിനുശേഷം അധികമൊന്നും പ്രവർത്തിക്കാൻ ഉണ്ടായിട്ടില്ല. കാരണം അതിന് തൊട്ട് താഴെയുള്ള ഒരു തലമുറ, കൈതപ്രവും ജോൺസണും ഗിരീഷും ഒക്കെ വളരെയധികം സജീവമായ ആ ഒരു വേളയിലാണ് ഞാനും കൂടുതൽ ഗാനങ്ങൾ പാടി. പക്ഷേ നോൺ ഫിലിം ഞാൻ ഒരു 2-3 സിനിമകൾ മാത്രമാണ് ഖാദർക്കയായിട്ട് ഞാൻ ഒരുമിച്ച് ചെയ്തത്. പക്ഷേ ദീർഘമായ ഒരു ബന്ധം, അതായത് ഇപ്പോൾ 41 വർഷം തികയുന്നു ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നവരെ ഞങ്ങൾ തമ്മിൽ സുദീർഘമായ ബന്ധമുണ്ടായിരുന്നു. ഫോണിൽ സംസാരിക്കുമായിരുന്നു,
പാട്ടുകളുടെ വിവരം ഞങ്ങൾ പരസ്പരം കൈമാറുമായിരുന്നു. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയില്ല എന്നുള്ള ഒരു വേണ്ടത്ര പുരസ്കാരങ്ങൾ ലഭിച്ചില്ല എന്നൊരു സങ്കടം ഇത്തരത്തിലുള്ളൊരു വേദിയിൽ ഇല്ലാണ്ടാവുകയാണ്. കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം ഇവിടെ ഈ ഒരു അവാർഡിന് വന്നിരിക്കുകയാണ്. ഇവിടെ എങ്ങും ഇന്ന് ആ ഒരു ഭോജൽ ഖാദറും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും മാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ എവിടെയോ ഒരു ഒഴിഞ്ഞ ഒരു കസേരയിൽ അദ്ദേഹവും ഈ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷഭരിതനായി ഇവിടെ എവിടെയോ അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം ഞാൻ അറിയുന്നു. അത്രമാത്രം. നമസ്കാരം. ഹൗസിലെയും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു പൂവച്ചൽ ഖാദറിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞാൻ ഏറ്റുവാങ്ങാണ്. സത്യത്തിൽ കുറച്ച് വർഷം, 1-2 വർഷം മുമ്പ് പൂവച്ചൽ ഖാദറിൻ്റെ പേരിലുള്ള മറ്റൊരു പുരസ്കാരം, അത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടുള്ള ഒരു സമിതിയാണെന്ന് തോന്നുന്നു, എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാണ്. അപ്പോൾ ഇവിടെ സ്വാഗതത്തിൻ്റെ സമയത്ത് എനിക്ക് 2 പൂക്കൾ കിട്ടി, എല്ലാവർക്കും ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 പുരസ്കാരവും വളരെ സന്തോഷകരമായ രീതിയിൽ ഞാൻ സ്വീകരിക്കുകയാണ്. പൂവച്ചൽ ഖാദർ സാറിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയപരിമിതി വളരെ പ്രധാനമായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ച്. വളരെ അപൂർവമായിട്ട് 1-2 സന്ദർഭങ്ങളിൽ മാത്രമേ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരൊറ്റ തവണ കണ്ടാൽ പോലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ആ സൗമ്യ സാന്നിധ്യം, ആ സ്നേഹ സാന്നിധ്യം ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പല ഗാനങ്ങളിലും നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചലച്ചിത്ര ഗാനങ്ങളുടെ അതിൻ്റെ ഒരു പരിമിതിയെ ഉല്ലംഘിക്കുന്ന തരത്തിലുള്ള കാവ്യബിംബങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നാഥ നീ വരും കാലച്ചകൾക്ക് എന്നുള്ള പാട്ടെടുത്തു കഴിഞ്ഞാൽ അതിൽ നീ വരും പാതയിൽ എൻ മിഴിപ്പക്ഷികൾ പൂവൽ വിരിച്ചു നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു അപൂർവ ഭാവനയാണ്. മലയാള കവിതയിൽ അങ്ങനെ ഒരു ഭാവന നമുക്ക് കാണാൻ കഴിയില്ല, വളരെ അപൂർവമായിട്ടൊരു ഭാവനയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗാനം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മഴവില്ലിന് അജ്ഞാതവാസം കഴിഞ്ഞു എന്ന് പറയുന്ന കവിത. അത് കവിത തന്നെയാണ്, മുഴുവനും കവിതയാണ്. കാരണം അതിൽ ഒരു പുഴയുടെ വിവാഹം പോലെയാണ്. അത് ഒരു പുഴ അതിൻ്റെ വരൻ്റെ അടുത്തേക്ക് പോകണം, കടലാകുന്ന വരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതിൽ പിന്നെ അവളുടെ ആദ്യത്തെ രാത്രിയിൽ മതിലേഖ ഒരു പാൽക്കിണ്ണം നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അപൂർവ ഭാവനകൾ അദ്ദേഹത്തിന് എഴുതാനുള്ള സൗകര്യവും അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്കും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ലാതെയും ഒരുപാട് പാട്ടുകൾ എഴുതേണ്ടി വന്നിട്ടുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ. അന്നത്തെ സിനിമയുടെയും ഒക്കെ സാഹചര്യത്തിൽ ഒരുപാട് പാട്ടുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മളൊക്കെ തന്നെ നിരവധി ഭക്തിഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഈശ്വരനെ, ദൈവത്തെ പ്രകീർത്തിക്കുന്ന, ദൈവത്തോട് അപേക്ഷിക്കുന്ന പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അതിൽ മിക്കവാറും പാട്ടുകളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കുന്നതായിരിക്കും. ദൈവം വലിയൊരു സംഭവമാണ്, ദൈവമേ അങ്ങനെയൊക്കെ പറയുന്ന സംഗതി. സത്യത്തിൽ ഇത്രയും മാത്രമൊക്കെ പ്രശംസ, ഇപ്പം നമ്മൾ തന്നെ ഇവിടെ തന്നെ പ്രശംസ വർഷത്തിലൊരിക്കലൊക്കെ കേൾക്കുമ്പോൾ
അവാർഡ് സമർപ്പണത്തിന്റെ സമയമാണ്. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അബു ജോൺ ജോസഫ് സാറിനോട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവാർഡ് നൽകുന്നതിനായി ശ്രീ അബു ജോൺ ജോസഫിനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ KP കുമാരൻ സാറിനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് നൽകുന്നു സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനാണ്. ഏറെ പ്രിയപ്പെട്ട KP കുമാരൻ സാറിന് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകുന്നു. തുടർന്ന് നൽകുന്ന അവാർഡ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ്. ഡോക്ടർ ജോർജ് ഓണക്കൂർ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നൽകുന്നു ചലച്ചിത്രഗാന രംഗത്തെ മികച്ച സംഭാവനയ്ക്കായി ശ്രീ റഫീഖ് അഹമ്മദ്. പ്രശസ്ത ഗാന രചയിതാവും കവിയുമായ ശ്രീ റഫീഖ് അഹമ്മദിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചലച്ചിത്രഗാന രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള അവാർഡ് തുടർന്ന് നൽകുന്നു ചലച്ചിത്ര പിന്നണി ഗായക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് പ്രിയപ്പെട്ട ഗായകൻ ശ്രീ G വേണുഗോപാൽ. പ്രശസ്ത കവി ശ്രീ റഫീഖ് അഹമ്മദിന് നൽകുന്നു ചലച്ചിത്ര ഗാനരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ്. തുടർന്ന് നൽകുന്നു മലയാള സിനിമാ സംഗീത ആൽബം മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. മലയാള സിനിമാ സംഗീത ആൽബം മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറെ പ്രിയപ്പെട്ട ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ നൽകുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മികച്ച ഗായകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ട ശ്രീ G വേണുഗോപാൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു മലയാളം ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അവരെ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. ശ്രീ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി പ്രോഗ്രാം ഹെഡ് സൺ സൂര്യ ഗിരീഷ് ചന്ദ്രൻ IS. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് ശ്രീ ഗിരീഷ് ചന്ദ്രൻ IS പ്രോഗ്രാം ഹെഡ് സൺ സൂര്യ. തുടർന്ന് നൽകുന്നു സീരിയൽ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് പ്രശസ്ത സംവിധായകൻ ശ്രീജിത്ത് പാലേരി. സീരിയൽ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് പ്രശസ്ത സംവിധായകൻ ശ്രീജിത്ത് പാലേരിയെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു റാപ്പർ സംഗീതത്തെ ജനകീയമാക്കിയ പ്രതിഭ വേടൻ ഹിരൺദാസ് മുരളി. റാപ്പർ സംഗീതത്തെ ജനകീയമാക്കിയ കലാപ്രതിഭ വേടൻ ഹിരൺദാസ് മുരളിയെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നൽകുന്നു മികച്ച നടനുള്ള അവാർഡാണ് തടവറ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ശ്രീ അർജുൻ അശോകനെ സ്വാഗതം ചെയ്യുന്നു. മികച്ച നടൻ ശ്രീ അർജുൻ അശോകൻ. അർജുൻ
അശോകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു അപർണ ബാലമുരളി. മിറേജ് മിണ്ടിയും പറഞ്ഞും എന്നീ ചിത്രങ്ങളുടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ അപർണ ബാലമുരളി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ അപർണ ബാലമുരളിയെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ മൾട്ടിഫേസർ ടാലന്റ് അവാർഡാണ്. ബിപിൻ ജോർജ് ആക്ടർ, റൈറ്റർ, ഡയറക്ടർ, സിംഗർ, ഷോ ജഡ്ജ് എന്നിങ്ങനെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ പ്രിയപ്പെട്ട ബിപിൻ ജോർജിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബിപിൻ ജോർജിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ചലച്ചിത്ര നിർമ്മാണ വിതരണ മേഖലയിൽ പ്രവർത്തന മികവിനാണ്. മാജിക് ഫ്രെയിംസിന്റെ ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹത്തെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ചലച്ചിത്ര നിർമ്മാണ വിതരണ മേഖലയിലെ പ്രവർത്തന മികവിന് ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹത്തെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു നവരത്ന പുരസ്കാരം ജീവകാരുണ്യ ആതുര സേവന മേഖലയിലെ പ്രവർത്തന മികവിന് ഡോക്ടർ ജിജു മോഹൻ, മാനേജിംഗ് ഡയറക്ടർ, റോയൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ പഴയകട ആൻഡ് ശംഖുമുഖം. സ്വാഗതം ചെയ്യുന്നു. നവരത്ന പുരസ്കാരം ജീവകാരുണ്യ ആതുര സേവന മേഖലയിലെ പ്രവർത്തന മികവിന് ഡോക്ടർ ജിജു മോഹൻ. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു നവരത്ന പുരസ്കാരം ശ്രീ രാജൻ അനശ്വര ജീവകാരുണ്യ വ്യാപാര രംഗത്തെ പ്രവർത്തന മികവിന് നവരത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു ശ്രീ രാജൻ അനശ്വര. സ്വാഗതം ചെയ്യുന്നു ശ്രീ രാജൻ അനശ്വര. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു നവരത്ന പുരസ്കാരമാണ് ശ്രീ നിമേഷ് കക്കട്ടിൽ കലാ അധ്യാപന രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്നു നവരത്ന പുരസ്കാരം ശ്രീ നിമേഷ് കക്കട്ടിൽ. വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നവരത്ന പുരസ്കാരമാണ് ഡോക്ടർ സി അബ്ദുൽ സലാം, സംഗമം ഗ്രൂപ്പ് കമ്പനിയുടെ ഡയറക്ടർ ഡോക്ടർ സി അബ്ദുൽ സലാം, സംഗമം ഗ്രൂപ്പ് ഡയറക്ടർ, കണ്ണൂർ. അദ്ദേഹത്തെ നവരത്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. തുടർന്ന് നന്ദി പറയുന്നതിനായി ഏറെ പ്രിയപ്പെട്ട റാപ്പർ വേടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ട ശ്രീ റാപ്പർ വേടൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയാൻ ശ്രീ റാപ്പർ വേടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയാൻ വണക്കം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരമൊരു മഹത്തായ വേദിയിൽ കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ജാമ്പവാന്മാരിയ്ക്കുന്ന വേദി പങ്കിടാൻ വേണ്ടിയിട്ട് ഒരവസരം ലഭിച്ചതിൽ പലരും പറയുന്നത് കേട്ടു. ഖാദർ മാഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരന് ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തിയില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ വാങ്ങാൻ ഇനിയും ഒരുപാട് കാലത്തേക്ക് ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പുള്ളിക്കാരൻ്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു. തുടർന്ന് നൽകുന്നു കർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് ഭരതൻ കെ പി. ആശംസകൾ അറിയിക്കുന്നതിനായി ഏറെ പ്രിയപ്പെട്ട ചിറയൻകീഴിന്റെ ജനകീയ MLA രമ്യ ഹരിദാസിനെ സ്വാഗതം ചെയ്യുന്നു. രമ്യ ഹരിദാസിനെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കാൻ. ഒരു വലിയ പ്രസംഗത്തിന് ഉള്ള വേദിയല്ല, വേദിയിലിരിക്കുന്ന ഏറെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് വേണു സാറിനെ പോലെ
ജോർജ് ഓണക്കൂർ സാറിനെ പോലെ, റഫീഖ് സാറിനെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിൽ ഏറെ പ്രിയങ്കരനായ കേരള നിയമസഭയിലെ ചീഫ് വിപ്പ് പ്രിയപ്പെട്ട അപ്പു ജോസഫ് അവർകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ വേദിയിൽ മുൻ MLA ശരത്ചന്ദ്ര പ്രസാദ് അവർകൾ അധ്യക്ഷത വഹിക്കുന്ന ഈ വേദിയിൽ പൂവച്ചൽ സുധീർ സാറിൻ്റെ നേതൃത്വത്തിൽ പൂവച്ചൽ ഖാദർ എന്ന അനുഗ്രഹീതനായിരിക്കുന്ന കലാകാരൻ്റെ ഓർമ്മയിൽ കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നമ്മൾ ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തുന്നു എന്നുള്ളത് വരെ കൃത്യതയോടുകൂടി വിവരിച്ചുകൊണ്ട് മനോഹരമായ ചടങ്ങിൽ ഞാനും നിങ്ങളുമൊക്കെ പങ്കെടുക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന നാട്, നേരത്തെ റഫീഖ് അഹമ്മദ് സാർ ഇവിടെ നിങ്ങളുടെ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ ഓർക്കുന്ന, നമ്മുടെ മനസ്സിലുള്ള ഒരു സിനിമയാണ് എന്ന് നിന്റെ മൊയ്തീൻ. കാത്തിരുന്ന് കാത്തിരുന്നു പുഴമെളിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോ എന്ന് പറയുന്ന ഇരുവഴിഞ്ഞി പുഴയുടെ തീരം ചേർന്നൊഴുകുന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചു. ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ പൂവച്ചൽ സാർ എഴുതിയിരിക്കുന്ന വരികളിൽ നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ. ആ ചിറയിൻ കീഴിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏറെ അനുഗ്രഹീത കലാകാരൻ്റെ ഓർമ്മയിൽ ഒരുപാട് അവാർഡുകളാണ് ഇവിടെ ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന വേണു സാറിന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ കുഞ്ഞുമക്കളെ പാടി ഉണർത്തിയ അല്ലെങ്കിൽ പാടി ഉറക്കിയ താരാട്ട് പാടിയാലേ ഉണരുമീ ഗാനം, അത് മലയാളികൾക്ക് നൽകിയ വേണു സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ അവാർഡ് കൊടുക്കുന്നു. ജോർജ് ഓണക്കൂർ സാറിനെ പോലെ ഒരുപാട് സിനിമകൾ, പ്രത്യേകിച്ച് ഭരത് ഗോപി സാറൊക്കെ അഭിനയിച്ച സിനിമകൾ നമുക്ക് അതിൻ്റെ നോവലുകളും അതിൻ്റെ കഥകളും നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്ന ഒരു വേദിയിലാണ്. ബാംഗ്ലൂർ ഡേയ്സ് സിനിമ കാണുമ്പോൾ ഏതു കരിരാവിലും അല്ലേ ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഒരു കൊച്ചു സഹോദരി യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ മനോഹരമായ ഒരു പാട്ടിലൂടെ നമുക്ക് നൽകിയ റഫീഖ് അഹമ്മദ് സാറിനെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിൽ ഒരുപാട് ഞാനും നെന്മാറ MLAയുടെ പ്രേമേട്ടനും ഒക്കെ ഇവിടെ പങ്കെടുക്കുമ്പോൾ സദസ്സിൽ അല്ലേ മീര വാസുദേവ് എന്ന് പറയുന്ന തന്മാത്രയിലൂടെ ലാലേട്ടനൊപ്പം ഒരു മനോഹരമായിരിക്കുന്ന ഒരു സിനിമ നമുക്ക് നൽകി. മേലെ വെള്ളിത്തിങ്കൾ താഴെ നിലക്കായൽ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് സിനിമകളുടെ മുഹൂർത്തങ്ങളിൽ ഭാഗമാവാൻ സാധിച്ച ഒരുപാട് കലാകാരന്മാരുള്ള ഒരു വേദിയിൽ നമുക്കൊക്കെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ നൽകിയ പൂവച്ചൽ ഖാദർ സാറിനെ ഓർമ്മിക്കുന്ന അനുസ്മരണ പരിപാടിയാണ്. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ഇത് മൂളാത്ത മലയാളികളില്ല. നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു എന്നും തുടങ്ങുന്ന ഗാനം മൂളാത്ത മലയാളികളില്ല. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ മലയാളിക്ക് നൽകിയ, അത് ഏറ്റുപാടുവാനും അത് കേൾക്കുവാനും ഭാഗ്യം ലഭിച്ച സുഹൃത ജന്മങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു മേഖലയിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലിസ്റ്റിനുൾപ്പെടെയുള്ള ആളുകൾ, അർജുൻ അശോകനെ പോലെ മിടുക്കിയായിരിക്കുന്ന നാഷണൽ അവാർഡ് ജേതാവായ അപർണ ബാലമുരളി അടക്കം പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് റാപ്പ് സോങ്ങുകളെ സംഭാവന ചെയ്ത വേടൻ ഉൾപ്പെടെയുള്ള ഇത്തരം ഒരു വേദിയിൽ പൂവച്ചൽ ഖാദർ സാറിനെ ഓർമ്മിക്കുവാനും പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാനും ഈ ഒരു ഫൗണ്ടേഷൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആത്മാർത്ഥതയെ, നിസ്വാർത്ഥമായിരിക്കുന്ന ഈ സേവനത്തിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം
കേരള നിയമസഭയിലെ ബഡ്ജറ്റ് കഴിഞ്ഞ് സിനിമാ മേഖലയിലെ ആളുകൾ ആഗ്രഹിച്ച പോലെ സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നുള്ള സിനിമാ പ്രവർത്തകരുടെ ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു വലിയ മേഖലയെ വ്യവസായമായി കാണണമെന്നുള്ള ദീർഘനാളുകളിലെ ആവശ്യം നടപ്പിലാക്കുവാൻ മുൻകൈയെടുത്ത് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറ് അത് അവതരിപ്പിക്കുമ്പോൾ അതിന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ PC വിഷ്ണുനാഥ് MLA കൂടി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ച ബഡ്ജറ്റ് കഴിഞ്ഞ് സിനിമാ മേഖലയിലെ കലാപ്രവർത്തകരുടെ മുൻപിൽ വന്നു നിന്ന് ആ സഭയിലെ ഒരംഗം എന്നുള്ള രീതിയിൽ അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു മനോഹരമായിരിക്കുന്ന ഒരു സംഗീത അക്കാദമിക്ക് കൂടി ഈ ഒരു രീതിയിൽ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയതിന്റെ ഒരു വേളയിൽ നിങ്ങളോട് അഭിസംബോധന ചെയ്യുമ്പോൾ അഭിമാനത്തോടു കൂടി മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും ഈ മേഖലയെ വ്യവസായമായി മുന്നോട്ട് നയിക്കുമ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കൂടി വേണ്ടി ഞങ്ങളുടെ ഒക്കെ പിന്തുണ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മനോഹരമായിരിക്കുന്ന സായാഹ്നത്തിന് നേതൃത്വം കൊടുത്ത പൂവച്ചൽ സുധീർ സാറിനെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു പൂവച്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് പൂവച്ചൽ ഖാദർ സാറിനെ ഈ ഒരു ഓർമ്മയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഇവിടെ കൂടിച്ചേരുവാനുള്ള അവസരമൊരുക്കിയ ഇതിന്റെ പ്രമുഖ സംഘാടകൻ സുധീർ സേട്ടനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ മനസ്സ് കാണിച്ച നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. ഏറെ പ്രിയപ്പെട്ട വൂഡ് ജോസഫ് സാറിന് ആദരവ് നൽകുന്നത് പ്രസിഡന്റ് ശ്രീ പൂവച്ചൻ സുധീർ. അവാർഡ് വിതരണം തുടരുകയാണ്. അവാർഡ് നൽകുന്നതിനായി പ്രിയപ്പെട്ട ഗായകൻ ശ്രീ G വേണുഗോപാൽ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. മികച്ച സിനിമയ്ക്കുള്ള അവാർഡാണ്. എക്കോ നിർമ്മാണം MRK ജയറാം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MRK ജയറാം, സിനിമ എക്കോ. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡാണ് വാഴ 2. മികച്ച ജനപ്രിയ ചിത്രം വാഴ 2. മികച്ച കലാമൂല്യമുള്ള ചിത്രം കല്യാണമരം, നിർമ്മാതാവ് സജി K ഏലിയാസ്. മികച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ. മനീഷ രാധാകൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നൽകുന്നു മികച്ച കുട്ടികളുടെ സിനിമ ഏട്ടൻ, നിർമ്മാതാവ് സുനിൽ അരവിന്ദ്. മികച്ച കുട്ടികളുടെ സിനിമയാണ് ഏട്ടൻ, നിർമ്മാതാവ് സുനിൽ അരവിന്ദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടക പ്രതിഭാ പുരസ്കാരം നൽകുന്നു. കോട്ടയത്ത് തമ്പുരാനായും ഓച്ചിറ വേലുക്കുട്ടിയായും മലയാളികളുടെ മനസ്സു കീഴടക്കി അനുഗ്രഹീത നടൻ, മലയാള നാടകവേദിയുടെ പെൺനടൻ സന്തോഷ് കീഴാറ്റൂർ. അദ്ദേഹത്തെ ഏറെ സ്നേഹ ബഹുമാനങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു. മലയാള നാടക പ്രസ്ഥാനങ്ങളുടെ അനുഗ്രഹീത കലാകാരൻ സന്തോഷ് കീഴാറ്റൂർ. മികച്ച നാടക പ്രവർത്തനങ്ങളുടെ അവാർഡ്. തുടർന്ന് നൽകുന്നു മികച്ച സംവിധായകനുള്ള അവാർഡാണ്. എക്കോയുടെ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു ദിൻജിത്ത് അയ്യത്താൻ. അദ്ദേഹത്തെ വേദിയിലേക്ക് അവാർഡ് ഏറ്റുവാങ്ങാൻ സ്വാഗതം ചെയ്യുകയാണ്. മികച്ച നവാഗത സംവിധായകൻ ജിതിൻ K ജോസ്, സിനിമ കളങ്കാവൻ. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ജിതിൻ K ജോസ്, ചിത്രം കളങ്കാവൻ. തുടർന്ന് നൽകുന്നു മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡാണ് രാജേഷ് അമനക്കര, ചിത്രം കല്യാണമരം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡാണ് രാജേഷ് അമനക്കര, ചിത്രം
മികച്ച സഹനടൻ ബിജുക്കുട്ടൻ, സിനിമ വാഴ 2. തുടർന്ന് നൽകുന്നു മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനുള്ള സമ്മാനമാണ്, അവാർഡാണ് നൽകുന്നത് എം എ നിഷാദ്. ഇത് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ എം എ നിഷാദ്. ക്രൈസ് ബിസ്ക്കറ്റ് സമർപ്പിക്കുന്ന പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് 2026. മികച്ച സഹനടി മീര വാസുദേവ്, ചിത്രം കല്യാണമരം. മികച്ച സഹനടിക്കുള്ള അവാർഡ് നൽകുന്നു മീര വാസുദേവ്, ചിത്രം കല്യാണമരം. സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. മികച്ച സ്വഭാവ നടനുള്ള അവാർഡാണ് ശ്രീ വിനോദ് കോവൂർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മികച്ച സ്വഭാവ നടൻ ജിബിൻ ഗോപിനാഥ്, ചിത്രം ഡയസ് ഇറേ കളങ്കാവൻ. സ്വാഗതം ചെയ്യുന്നു. മീര വാസുദേവിനെ മികച്ച സഹനടിക്കുള്ള അവാർഡ് നേടിയ മീര വാസുദേവിനെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. ജിബിൻ ഗോപിനാഥിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിബിൻ ഗോപിനാഥ്. മികച്ച സഹനടിക്കുള്ള അവാർഡാണ് രശ്മി അനിൽ, സിനിമ ശുക്രൻ. രശ്മി അനിൽ. ക്രൈസ് ബിസ്ക്കറ്റ് സമർപ്പിച്ചിരിക്കുന്ന പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് 2026 പ്രത്യേക ജൂറി അവാർഡ് രമ്യ പണിക്കർ. വിവിധ ചിത്രങ്ങൾ. രമ്യ പണിക്കർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രമ്യ പണിക്കരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രശ്മി അനിലിനെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് രമ്യ പണിക്കരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്രൈസ് ബിസ്ക്കറ്റ് അവതരിപ്പിക്കുന്ന പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് 2026 യൂത്ത് ഐക്കൺ അവാർഡ് ഉണ്ണി ലാലു. വിവിധ ചിത്രങ്ങൾ. ഉണ്ണി ലാലുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രൈസ് ബിസ്ക്കറ്റ് അവതരിപ്പിക്കുന്ന പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് 2026 മികച്ച പുതുമുഖ നായിക കല്യാണി പണിക്കർ, ചിത്രം മധുവിധു. പുതുമുഖ നായിക കല്യാണി പണിക്കർ, ചിത്രം മധുവിധു. മികച്ച സഹനടൻ ബിജുക്കുട്ടൻ, സിനിമ വാഴ 2 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബിജുക്കുട്ടൻ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നടൻ ബിജുക്കുട്ടൻ. മികച്ച സഹനടൻ വാഴ 2. മികച്ച ജനപ്രിയ ചിത്രം വാഴ 2. ഡയറക്ടർ സബിനെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങാൻ മികച്ച ജനപ്രിയ ചിത്രം വാഴ 2. സബിനെ സ്വാഗതം ചെയ്യുന്നു. മികച്ച ജനപ്രിയ ചിത്രം വാഴ 2. മികച്ച പുതുമുഖ നടിക്കുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം മൈഥിലി നായർ, സിനിമ ബേബി ഗേൾ. മികച്ച പുതുമുഖ നടി പ്രത്യേക ജൂറി പുരസ്കാരം മൈഥിലി നായർ. ക്രൈസ് ബിസ്ക്കറ്റ് അവതരിപ്പിക്കുന്ന പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് 2026 മികച്ച സംഗീത സംവിധായകൻ മുജീബ് മജീദ്, സിനിമകളെ കോ കളങ്കാവൽ, ചത്ത പച്ച. മികച്ച സംഗീത സംവിധായകൻ മുജീബ് മജീദ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച ഗാനരചയിതാനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ആശാൻ എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കവിൽ മേഘമേ എന്ന ഗാനം രചിച്ചുകൊണ്ട് മലയാളികളുടെ മനം കവർന്ന
വിനായക് ശശികുമാർ. വിനായക് ശശികുമാർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച ഗായകൻ രഞ്ജിത്ത് ജയരാമൻ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. മികച്ച ഗായകൻ രഞ്ജിത്ത് ജയരാമൻ. ക്രൈസ് ബിസ്കറ്റ്സ് അവതരിപ്പിക്കുന്ന പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് 2026. മികച്ച ഗായിക സംഗീത ശ്രീകാന്ത് സ്വാഗതം ചെയ്യുന്നു. മികച്ച ഗായിക സംഗീത ശ്രീകാന്ത്. സംഗീത ശ്രീകാന്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു മികച്ച കലാസംവിധായകൻ സഹസ് ബാല ചിത്രം ആസാദി. മികച്ച കലാസംവിധായകൻ സഹസ് ബാല സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു മികച്ച പശ്ചാത്തല സംഗീതം അജയ് ജോസഫ് ചിത്രം അന്തന്റെ ലോകം. മികച്ച പശ്ചാത്തല സംഗീതം അജയ് ജോസഫ്. ബെസ്റ്റ് ക്യാരക്ടർ റോൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലതാ ദാസ് സിനിമ വാഴ 2 പ്രിൻസ് ആൻഡ് ഫാമിലി. ലതാ ദാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു മികച്ച സഹനടനുള്ള അവാർഡാണ് ജെയ്സപ്പൻ മത്തായി ചിത്രം ശുക്രൻ. ജെയ്സപ്പൻ മത്തായി ചിത്രം ശുക്രൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നൽകുന്നു മികച്ച സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള അവാർഡാണ് ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി ഫിലിം സ്വച്ഛന്ത നൃത്യം. സ്വാഗതം ചെയ്യുന്നു മികച്ച സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള അവാർഡാണ് ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി ഫിലിം സ്വച്ഛന്ത നൃത്യം. സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സ്വാഗതം ചെയ്യുന്നു ബെസ്റ്റ് ക്യാരക്ടർ റോൾ നിയ വർഗീസ് ഫിലിംസ് കൂടൽ 916 കുഞ്ഞൂട്ടൻ സീതാ പൈനം. സ്വാഗതം ചെയ്യുന്നു നിയ വർഗീസ്. സ്വാഗതം ചെയ്യുന്നു മികച്ച പ്രതിനായിക ജയ കുറുപ്പ് സിനിമ DS ഈറെ. സ്വാഗതം ചെയ്യുന്നു ജയ കുറുപ്പ് മികച്ച പ്രതിനായിക. മികച്ച പുതുമുഖ നടൻ സൂര്യ കൃഷ് ചിത്രം പൊങ്കാല. സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് മികച്ച പുതുമുഖ നടൻ സൂര്യ കൃഷ് ചിത്രം പൊങ്കാല. സൂര്യ കൃഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചിത്രം പൊങ്കാല. മികച്ച ബാലതാരം ദേവനന്ദ ജിബി ചിത്രം കല്യാണമരം. മികച്ച പ്രതിനായിക ലതാ കുറുപ്പിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജയ കുറുപ്പിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലാൽകൃഷ്ണ ചിത്രം ഏട്ടൻ. മികച്ച ബാലതാരം ലാൽകൃഷ്ണ ചിത്രം ഏട്ടൻ. മികച്ച ട്രാൻസ്ജെൻഡർ നായിക റിയ ഇഷ ചിത്രം കൂടൽ ധീരം. മികച്ച ട്രാൻസ്ജെൻഡർ നായിക റിയ ഇഷ ചിത്രം കൂടൽ ധീരം. സ്പെഷ്യൽ ജൂറി അവാർഡ് സൈനു ചാവക്കാടൻ ഡയറക്ടർ ദെപ്പുറ. സ്വാഗതം ചെയ്യുന്നു സൈനു ചാവക്കാടൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം. മികച്ച പ്രോജക്ട് ഡിസൈനർ ബാദുഷ എണ്ണം സിനിമ ആശകൾ 1000. സ്വാഗതം ചെയ്യുന്നു ബാദുഷ എണ്ണം. മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർ പുരസ്കാരം ഷാജി പട്ടിക്കര. സ്വാഗതം ചെയ്യുന്നു ഷാജി പട്ടിക്കര. ശ്രീ ബാദുഷ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഷാജി പട്ടിക്കര.
സ്പെഷ്യൽ ജൂറി അവാർഡ് PK ഭാഷ്, മ്യൂസിക് ഡയറക്ടർ, ഫിലിം സ്ക്രീൻ പ്ലേ PK ഭാഷ്. പ്രിയപ്പെട്ട ഷാജി പട്ടിക്കര, അദ്ദേഹത്തെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അവാർഡ് ഏറ്റുവാങ്ങാൻ. തുടർന്ന് നൽകുന്നു സ്പെഷ്യൽ ജൂറി അവാർഡാണ് PK ഭാഷ്, മ്യൂസിക് ഡയറക്ടർ, ഫിലിം സ്ക്രീൻ പ്ലേ. തുടർന്ന് നൽകുന്നു ബെസ്റ്റ് ഫിലിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് മഞ്ജു ഗോപിനാഥ്. മഞ്ജു ഗോപിനാഥിനെ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മികച്ച പബ്ലിസിറ്റി ഡിസൈനർ ജിസൻ പോൾ. ജിസൻ പോളിനെ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നൽകുന്നു മികച്ച പുതുമുഖ ബാലനടൻ ആദിശേഷ് കെ. ചിത്രം റിവോൾവർ റിംഗോ. പുതുമുഖ ബാലനടൻ ആദിശേഷ് കെ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർഷത്തെ സിനിമാ സീരിയൽ രംഗത്തെ പ്രവർത്തന മികവിന് ശ്രീ രാജീവ് രംഗനെ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 50 ആണ്ടുകളായി മലയാള സിനിമാ സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ തുടർന്ന് സ്വാഗതം ചെയ്യുന്നു മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഷിമ്മി മേലെടുത്ത്. ചിത്രം രഘുറാം. മികച്ച നവാഗത ഗായകൻ സിജുകുമാർ, സിനിമ പ്രഗ്നന്റ് വിഡോ. മികച്ച നവാഗത ഗായകൻ സിജുകുമാർ, സിനിമ പ്രഗ്നന്റ് വിഡോ. ചലച്ചിത്ര ഗാന രചയിതാവ് പ്രത്യേക ജൂറി പുരസ്കാരം സുമേഷ് ചാത്തന്നൂർ, സുമേഷ് സദാനന്ദ്. ചലച്ചിത്ര ഗാന രചയിതാവ് പ്രത്യേക ജൂറി പുരസ്കാരം സുമേഷ് ചാത്തന്നൂർ. ബെസ്റ്റ് അഡ്വർടൈസ്മെന്റ് പ്രൊഡക്ഷൻ ഹൗസ് ഈത്തിൻസ് MD നിതിൻ ദാസിനെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. ബെസ്റ്റ് ഓൺലൈൻ സിനിമ മീഡിയ സിനി ഫൈൽ ബാലു S ഷാ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻസിന്റെ ഭാരവാഹികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൂവച്ചൽ ഖാദർ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ചിരിക്കുന്ന പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് 2026 പ്രതിഭാ പുരസ്കാരം ജിൻസി ചിന്നപ്പൻ. പ്രതിഭാ പുരസ്കാരമാണ് ജിൻസി പൊന്നപ്പനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നൽകുന്നു സ്പെഷ്യൽ ജൂറി പുരസ്കാരം ജാനകി സുധീർ, ആക്ട്രസ്, മോഡൽ, ബിഗ് ബോസ് ഫെയിം ജാനകി സുധീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാനകി സുധീർ. ജാനകി സുധീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. തുടർന്ന് നൽകുന്നു സ്പെഷ്യൽ ജൂറി അവാർഡാണ് ഡോക്ടർ സുമിത്ര രാജൻ. ഡോക്ടർ സുമിത്ര രാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിഭാ പുരസ്കാരം ലീല കോറോത്ത്, നാടകരംഗത്തെ അഭിനയ മികവിന്. പ്രതിഭാ പുരസ്കാരം ലീല കോറോത്ത്. മീഡിയ അവാർഡാണ് നൽകുന്നതിനായി പ്രിയപ്പെട്ട നെന്മാറ MLA ശ്രീ പ്രേമൻ അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. മീഡിയ
അവാർഡുകളാണ് നൽകാൻ പോകുന്നത്. ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഹാഷ്മി താജ് ഇബ്രാഹിം, അസിസ്റ്റന്റ് ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ആണ് ഹാഷ്മി താജ് ഇബ്രാഹിം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ 24 ന്യൂസ്. ഹാഷ്മിയെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. ലീല ഗോറത്ത് നാടക പ്രവർത്തകയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഹാഷ്മി. മികച്ച ഇന്റർവ്യൂയർ ശരത്ചന്ദ്രൻ, ന്യൂസ് ഡയറക്ടർ കൈരളി ന്യൂസ്, സ്വാഗതം ചെയ്യുന്നു. മികച്ച ഇന്റർവ്യൂയർ ശരത്ചന്ദ്രൻ, ന്യൂസ് ഡയറക്ടർ കൈരളി ന്യൂസ്, സ്വാഗതം ചെയ്യുന്നു. മികച്ച അവതാരകൻ എസ് വിജയകുമാർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ ബിഗ് TV, സ്വാഗതം ചെയ്യുന്നു. മാധ്യമ പുരസ്കാരം നൽകുന്നതിനായി പ്രിയപ്പെട്ട MLA-മാരോട് അഭ്യർത്ഥിക്കുന്നു. എസ് വിജയകുമാർ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച വനിതാ റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ ആൻഡ് ബിഗ് TV, സ്വാഗതം ചെയ്യുന്നു. മികച്ച വനിതാ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ ആൻഡ് ബിഗ് TV. മികച്ച അവതാരക ജിൻസി ജയരാജ്, ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ മീഡിയ വൺ, സ്വാഗതം ചെയ്യുന്നു. ജിൻസി ജയരാജ്, ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ മീഡിയ വൺ. മികച്ച റിപ്പോർട്ടറുടെ പുരസ്കാരം മാർഷൽ ബി സെബാസ്റ്റ്യൻ, റീജിയണൽ എഡിറ്റർ മാതൃഭൂമി ന്യൂസ്, സ്വാഗതം ചെയ്യുന്നു. മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം മാർഷൽ ബി സെബാസ്റ്റ്യൻ, റീജിയണൽ എഡിറ്റർ മാതൃഭൂമി ന്യൂസ്. മികച്ച കറണ്ട് അഫയേഴ്സ് റിപ്പോർട്ടർ മഹേഷ് ചന്ദ്രൻ, ചീഫ് ഓഫ് ബ്യൂറോ ന്യൂസ് മലയാളം, ന്യൂസ് മലയാളം, ചീഫ് ഓഫ് ബ്യൂറോ ന്യൂസ് മലയാളം. മികച്ച കറണ്ട് അഫയേഴ്സ് റിപ്പോർട്ടർ മഹേഷ് ചന്ദ്രൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നൽകുന്നു ബെസ്റ്റ് ക്യാമറാമാൻ സജീവ് വേലായുധൻ, ഡെപ്യൂട്ടി ചീഫ് ക്യാമറാമാൻ മനോരമ ന്യൂസ് തിരുവനന്തപുരം. പ്രതിഭാ പുരസ്കാരം ഡോക്ടർ MD മനോജ്. തുടർന്ന് നൽകുന്നു മികച്ച വിഷൻ സ്റ്റോറി അശ്വിൻ പാലാഴി, സീനിയർ റിപ്പോർട്ടർ 24 ന്യൂസ്. മികച്ച വിഷൻ സ്റ്റോറി അശ്വിൻ പാലാഴി, സീനിയർ റിപ്പോർട്ടർ 24 ന്യൂസ്. അശ്വിൻ പാലാഴി. മികച്ച ക്രൈം റിപ്പോർട്ടറുള്ള പുരസ്കാരമാണ് ഹരിമോഹൻ, ചീഫ് റിപ്പോർട്ടർ റിപ്പോർട്ടർ TV. ഹരിമോഹനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച സ്പെഷ്യൽ റിപ്പോർട്ടർ M മനോജ്, സ്റ്റാഫ് റിപ്പോർട്ടർ ജനം TV. മികച്ച സ്പെഷ്യൽ റിപ്പോർട്ടർ M മനോജ്. മികച്ച സിനിമാ പ്രോഗ്രാമിനുള്ള അവാർഡാണ് ഹരികൃഷ്ണൻ MS, ന്യൂസ് 18 കേരളം, കോപ്പി എഡിറ്റർ ഹരികൃഷ്ണൻ MS. സ്വാഗതം ചെയ്യുന്നു. മീഡിയ ടാലന്റ് അവാർഡാണ് R രാജേശ്വരി, ലൈവ് അനൗൺസർ ആൾ ഇന്ത്യ റേഡിയോ ആകാശവാണി, ടെലിവിഷൻ ആങ്കർ ദൂരദർശൻ. സ്വാഗതം ചെയ്യുന്നു രാജേശ്വരി. സ്വാഗതം ചെയ്യുന്നു. മീഡിയ അവാർഡാണ് ഷെഫീഖ് M, സീനിയർ ക്യാമറാമാൻ റിപ്പോർട്ടർ TV. മീഡിയ അവാർഡാണ് ഷെഫീഖ് M, സീനിയർ ക്യാമറാമാൻ. സ്വാഗതം ചെയ്യുന്നു മികച്ച റിയാലിറ്റി ഷോ അവതാരകൻ കാർത്തിക് സൂര്യ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി മഴവിൽ മനോരമ. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മികച്ച റിയാലിറ്റി ഷോ അവതാരകൻ കാർത്തിക് സൂര്യ.
തുടർന്ന് നൽകുന്നു മികച്ച റിയാലിറ്റി രാജേഷ് സുഗുണൻ ഫ്ലവേഴ്സ് TV ബെസ്റ്റ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം മ്യൂസിക്കൽ വൈബ് ഡയറക്ടർ രജീഷ് സുഗുണൻ. ചാനൽ രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഏകോപനം മനോജ് മാവേലിക്കര.